ഇതിനെപ്പോലെ സ്നേഹിച്ചിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഫോട്ടോഗ്രാഫറാണ് ചന്ദ്രികയിലെ ശ്രീ ഗോപകുമാർ. പ്രേംനസീർ സുഹൃത്തുക്കളുടെ എല്ലാ പരിപാടികൾക്കും അദ്ദേഹത്തിൻ്റെതായ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളും വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ചന്ദ്രിക പത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പത്രങ്ങളിലൊക്കെ കൊടുക്കുവാൻ വേണ്ടി ഗോപകുമാർ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗം സുഹൃത്ത് സമിതിയെ സംബന്ധിച്ച് ഒരു പത്രപ്രവർത്തകനായി എന്നെ സംബന്ധിച്ചൊക്കെ ഒരു തീരാ ദുഃഖമാണ്. പ്രിയമുള്ളവരെ, പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ മലയാളത്തിലെ നിത്യഹരിത നായകനായ പ്രേംനസീർ സാറിൻ്റെ 37ാം ചരമവാർഷികം തിരുവനന്തപുരത്ത് ആചരിക്കപ്പെടുകയാണ്. എല്ലാ വർഷങ്ങളിലും നിങ്ങൾക്കെല്ലാം അറിയാം, വിപുലമായ പരിപാടികളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രേംനസീർ സുഹൃത്ത് സമിതി കഴിഞ്ഞ 21 വർഷക്കാലമായി തിരുവനന്തപുരത്തും കേരളത്തിലെ മറ്റ് ജില്ലകളിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം ഒരു പുതുമയാർന്ന പരിപാടിയുമായിട്ടാണ് പ്രേംനസീർ സുഹൃത്ത് സമിതി നസീർ സാറിൻ്റെ ചരമവാർഷികം ആഘോഷിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രേംനസീർ സാറിൻ്റെ പേരിലുള്ള പുരസ്കാരമാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം. ആ പുരസ്കാരത്തിന് വേണ്ടി ഒരു ജൂറി കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ജൂറി കമ്മിറ്റിയുടെ ചെയർമാനാണ് ഒരുപാട് സിനിമകൾ, ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത TS സുരേഷ് ബാബു സാറ്. അതുപോലെ തന്നെ അതിൻ്റെ ജൂറി മെമ്പറായ ചലച്ചിത്ര നടനും സീരിയൽ താരവുമായ പ്രേംനസീർ മൂവി ക്ലബിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ കൂടിയായ ശ്രീ മഞ്ജു പ്രവീൺ കുമാർ. അതുപോലെ തന്നെ അണ്ടൂർക്കോണം റിപ്പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ വിനോദ് ജൂറി മെമ്പറാണ്. മറ്റൊരു ജൂറി ശ്രീ സബീർ തിരുമല, അദ്ദേഹത്തിന് കൊച്ചിയിലേക്കുള്ള യാത്രയിൽ വന്നിട്ട് പോയി. ഇത് പരച്ചമൂർ ഷാജ സുഹൃത്ത് സമിതിയുടെ പ്രസിഡന്റാണ്. ആദ്യം പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ ഈ വർഷത്തെ അവാർഡ് പ്രഖ്യാപനത്തിനായി ഇതിൻ്റെ ജൂറി ചെയർമാൻ സുരേഷ് ബാബു സാറിനെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. പ്രേംനസീർ 37ാം ചരമവാർഷികമാണ്. അതിലെ കുറച്ചുപേരെ അവാർഡ് ജേതാക്കളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാനൽ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നടൻ ശ്രീ ലാലു അലക്സ്. ചലച്ചിത്ര സംവിധാന ശ്രേഷ്ഠ പുരസ്കാരം സംവിധായകൻ തുളസീദാസ്. സഹകരണ ബാങ്ക് ശ്രേഷ്ഠ പുരസ്കാരം മലപ്പുറം കോഡൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ പാലോളി അബ്ദുൾ റഹീം. പ്രേംനസീർ സ്മാരക കഥാ പുരസ്കാരം മാധ്യമപ്രവർത്തകൻ ശ്രീ ശിവ കൈലാസ്. പ്രേംനസീർ സാമൂഹ്യ സേവന പുരസ്കാരം ഡോക്ടർ പലയങ്കീട് ശ്രീ വി പ്രേമൻ. ഇത്രയും പേർക്കാണ് ഈ വർഷത്തെ ജൂറി സെലക്ട് ചെയ്തിരിക്കുന്നത്. സെലക്ഷൻ കമ്മിറ്റി എല്ലാവർക്കും ആശംസകൾ. പ്രേംനസീർ സാറിൻ്റെ കൂടെ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലൂടെയാണ് ലാലു അലക്സ് സിനിമയിലേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 5ഓളം ചിത്രങ്ങളിൽ ലാലു അലക്സ് അഭിനയിച്ചിട്ടുണ്ട്. ഇന്നും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് ലാലു അലക്സ്. മുൻകാലങ്ങളിലും ഇതുപോലെ തന്നെ ഓരോ പ്രധാനപ്പെട്ട താരങ്ങൾക്കും പുരസ്കാരങ്ങൾ നൽകിയിരുന്നു. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ പ്രേംനസീർ സ്മരണ ഞങ്ങൾ നടത്തുന്നത് പ്രേംനസീർ കവല എന്നുള്ള ഒരു പേരിൽ പ്രേംനസീർ സർഗവസന്തം 2026 എന്ന പേരിൽ തൈക്കാട് ഭാരത് ഭവനിൽ ജനുവരി 11 മുതൽ 15 വരെ നടത്തുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നസീർ സാറിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ശാർക്കര ദേവീക്ഷേത്രത്തിൻ്റെ ആ കവാടം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രേംനസീർ കവല എന്നാണ് അതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. അത് കയറുമ്പോൾ അവിടെ ഒരു പഴയ ഓടമേഞ്ഞ സിനിമ ടാക്കീസ്, അത് കഴിഞ്ഞാൽ ഒരു ചെറിയ നടപ്പാത, അത് കഴിയുമ്പോൾ പഴയ ഒരു ചായക്കട, അത് കഴിഞ്ഞാൽ ഒരു മുറുക്കാൻകട, വായനശാല, അതുപോലെ ലൈബ്രറി, ഒരു 5 ഓഫീസ്, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും പഴയതായിട്ടുള്ള ഒരു മെത്തേഡിലാണ് അവിടെ 5 ദിവസവും സജ്ജീകരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്കറിയാം, അന്യം നിന്ന് പോയ സൈക്കിൾ യജ്ഞവും അതുപോലെ തന്നെ റെക്കോർഡ് ഡാൻസും സാഹസിക പ്രകടനവും ലേലം വിളിയും ഇതോടൊപ്പം അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ ഗ്രാമചന്ത എന്ന് പറഞ്ഞ ഈ നാടൻ വിഭവങ്ങൾ, നമുക്ക് കഴിക്കുന്ന നാടൻ വിഭവങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്റ്റാളുകളും അവിടെ ഒരുക്കുന്നുണ്ട്. ഈ സിനിമാ തിയേറ്ററിൽ പഴയ കാലത്ത് 16mm പ്രൊജക്ടറിൽ പഴയ സിനിമ
നമ്മളവിടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഓരോ റീൽ കാണിച്ചുകൊണ്ടിരിക്കും. ഇതാണ് അവിടെ മെത്തേഡ്. പിന്നെ നമുക്ക് പഴയ റേഡിയോ ക്ലബ്ബ്, നമ്മുടെ പഴയ പ്രാദേശിക വാർത്തകൾ, അതിൻ്റെ തുടക്കവും ആ പ്രാദേശിക വാർത്തകളും അവിടെ നമ്മൾ സജ്ജീകരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെ വിവിധ കലാപരിപാടികളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. നാടൻ പാട്ട്, മാജിക് ഷോ, ഗാനമേള, നൃത്തോത്സവം, അങ്ങനെ ഫീഷൻ മ്യൂസിക്, വയലിൻ മ്യൂസിക്, അങ്ങനെ ഒരുപാട് പരിപാടികൾ എല്ലാ ദിവസവും ഈ 5 ദിവസം നമ്മൾ മണ്ണരങ്ങിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വേറിട്ട ഒരു പരിപാടിയാണ് 5 ദിവസം തിരുവനന്തപുരത്ത് ഭാരത് ഭവൻ മണ്ണരങ്ങിൽ ഒരുക്കുന്നത്. ഈ പരിപാടി ഞങ്ങൾക്ക് മുഖ്യമായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്ത് തന്നെ പാളയത്തുള്ള GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെൻ്ററാണ്. ഈ പ്രോഗ്രാം ഞങ്ങൾ മെയിൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം കണ്ണൂർ എയറോസിസ് ഏവിയേഷൻ സെൻ്ററും, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അണ്ടൂർക്കോണം റിപ്പബ്ലിക് ലൈബ്രറിയും, അതുപോലെ തന്നെ സർക്കാർ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവനും ഈ സംരംഭത്തോട് സഹകരിക്കുന്നുണ്ട്. ഈ മാസം 11-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ജയചന്ദ്രൻ അവർകളാണ് ഈ പരിപാടിയുടെ ആദ്യ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ശ്രീ MMSN അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം ഡോക്ടർ പ്രമോദ് പയ്യന്നൂരും, അതുപോലെ തന്നെ സംവിധായകൻ ശ്രീ സുരേഷ് ബാബു സാറ്, അതുപോലെ തന്നെ GTechന്റെ ഡയറക്ടർ ശ്രീ അനിൽ ശ്രീകുമാർ, അങ്ങനെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ജനുവരി 15-ാം തീയതിയാണ് ഇതിൻ്റെ സമാപനം. അന്നത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ GTM ഗോമർ സർവറുകളാണ്. അദ്ദേഹമാണ് പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നതും. ഈ 5 ദിവസത്തെ പരിപാടികളും വളരെ വിജയകരമാക്കി റിപ്പോർട്ടിംഗ് ചെയ്യുവാൻ വേണ്ടി പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ചാനൽ പ്രവർത്തകരെയും വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുകയാണ്. ഇക്കാലം അത്രയും പ്രേംനസീർ സുഹൃത്തുക്കളുടെ ഓരോ പ്രവർത്തനങ്ങളുടെയും വിജയം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മാധ്യമങ്ങളാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. 2 വാക്ക് സംസാരിക്കാൻ ശ്രീ ജൂറി ചെയർമാൻ വഞ്ചൂർ പ്രവീൺകുമാർ. എല്ലാവർക്കും നമസ്കാരം. പ്രേംനസീർ സാറിൻ്റെ 37ാമത് ചരമവാർഷികം ജനുവരി 11 മുതൽ 15 വരെ ഭാരത് ഭവൻ മണ്ണരങ്ങ് ഓഡിറ്റോറിയത്തിൽ വളരെ വിപുലമായി നടത്താനുള്ള ഒരുക്കങ്ങളിലാണ് പ്രേംനസീർ ഉത്സവം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തന മണ്ഡലങ്ങളിൽ കഴിവ് തെളിയിച്ചവരെയും അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് എല്ലാ വർഷവും പ്രേംനസീർ സമിതി പുരസ്കാരം നിർണയിച്ച് അത് നൽകുകയും ചെയ്യുന്ന ഇതുപോലെ ഇപ്രാവശ്യം ഈ ജനുവരി 11 മുതൽ 15 വരെ നടക്കുകയാണ്. നേരത്തെ ശ്രീ ബാദുഷാ സൂചിപ്പിച്ചതുപോലെ സിനിമാ തിയേറ്ററുകളിലെ പഴയകാല പ്രതാപത്തെ അതേപടി നിലനിർത്തിക്കൊണ്ട് കവല എന്ന് പേര് ഇട്ടുകൊണ്ട് വളരെ ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഈ വാർഷിക ആഘോഷ പരിപാടികളിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിലേക്ക് വേണ്ടി ഞങ്ങൾ അവാർഡിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് നേരത്തെ ഇവിടെ ജൂറി ചെയർമാൻ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല. വളരെ സുതാര്യവും വസ്തുനിഷ്ഠവുമായ അവരുടെ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യവും ഈ അവാർഡ് നിർണയിച്ചിട്ടുള്ളത്. ഇത് വളരെ ഭംഗിയായി നടത്തുവാൻ എല്ലാ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെയും മാധ്യമങ്ങളെയും നിങ്ങൾ വളരെ വിനയപുരസ്സരം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമങ്ങളാണ് നേരത്തെ ബാദുഷ സൂചിപ്പിച്ചതുപോലെ പ്രേംനസീർ സമിതിയുടെ നിലനിൽപ്പിന് ആധാരം. അത് ഞങ്ങൾ മറക്കുന്നില്ല. ഈ പരിപാടിക്ക് നിങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് നൽകണം. ഈ പരിപാടി പത്രമാധ്യമങ്ങളിലൂടെ എല്ലാ ജനങ്ങളിലും എത്തിക്കുവാൻ നിങ്ങളുടെ വിലയേറിയ സഹകരണം ഒരിക്കൽ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ചോദിക്കാനുണ്ടോ?
ഇതിന്റെ PDF ഒന്ന് തരണേ. അയച്ചുതരാം. ഞാൻ പറഞ്ഞില്ല